ന്യൂഡൽഹിയിലെ രണ്ട് വിദ്യാർത്ഥികൾ അശ്വന്തും സുദീപും ടൗണിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിലുണ്ടായ അവർ മുണ്ടുടുത്തിട്ടാണ് പോയത്. സംസാരിക്കുമ്പോൾ ഹിന്ദി എത്രത്തോളം സംസാരിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് കുറ്റവാളികളെപ്പോലെ കൈകാര്യം ചെയ്യും രണ്ട് കുട്ടികളെയും. പോലീസും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഗുണ്ടകളും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത വളരെ ഗൗരവമുള്ള പ്രശ്നം, മതനിരപേക്ഷതക്ക് അങ്ങേയറ്റം അപമാനം സൃഷ്ടിക്കുന്ന പ്രശ്നം ഉണ്ടായിരിക്കുക. തീർച്ചയായും അത് സംബന്ധിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിലും പോലീസും കൂടി ചേർന്നാണ് ഈ മർദ്ദനം നടത്തിയിട്ടുള്ളത്. ഈ ക്രൂരമായ മർദ്ദനം സംബന്ധിച്ചുള്ള ഫലപ്രദമായ അന്വേഷണം വേണം. കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പഠിക്കുന്നവരാണ്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അവർ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നിലയിലില്ലാത്ത ഇത്തരം പ്രവണതകളെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ എന്നതാണ് അത് സംബന്ധിച്ചുള്ള നിലപാട്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണം. കള്ളപ്രചരണങ്ങളാണ് ആ കുട്ടികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഡൽഹിയിലാണ് സംഭവം ഉണ്ടായതെങ്കിലും നമ്മുടെ തലസ്ഥാന പട്ടണമാണ്. ആയിരക്കണക്കിന് കുട്ടികൾ ഡൽഹിയിൽ ഉൾപ്പെടെ മലയാളി കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. ഇത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കുന്നില്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ നമ്മൾ ഉയർത്തുന്ന ഭരണഘടനാപരമായ സംരക്ഷണം ഒന്നും ഉറപ്പാക്കാൻ സാധിക്കുന്നതായിരിക്കില്ല നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി.